മർജന്റ് നേവി ഉദ്യോഗസ്ഥനായ സൗരഭ് രജ്പുതിനെ ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയത് ലഹരി ഉപയോഗിക്കാൻ സാധിക്കാതെ പോകുമോ എന്ന ഭയത്തെ തുടർന്നാണെന്ന് പോലീസ്. ഭാര്യ മുസ്കാൻ റസ്തഗിയും കാമുകനായ ഷാകിൽ ശുക്ലഹും ചേർന്നാണ് മർജന്റ് നേവി ഉദ്യോഗസ്ഥനായ സൗരഭിനെ വധിച്ചത്. ഇരുവരും വൻതോതിൽ ലഹരിക്ക് അടിമകളാണെന്നാണ് പോലീസ് പറയുന്നത്. ജയിലിലും ഇരുവരും വിചിത്ര സ്വഭാവമാണ് കാണിക്കുന്നതെന്നും പോലീസ് പറയുന്നു. ലഹരി ലഭിക്കാത്തതിനെ തുടർന്ന് സ്വയം മുറിവേൽപ്പിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത കനത്ത സുരക്ഷയിലാണ് ഇരുവരെയും പാർപ്പിച്ചിരിക്കുന്നതെന്നും ജയിൽ അധികൃതർ പറയുന്നു. യുഎസിൽ നിന്ന് നാട്ടിലെത്തിയ സൗരഭ് രജ്പുത് എന്ന നേവി ഉദ്യോഗസ്ഥനെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം ശരീരം മുറിച്ച് കഷണങ്ങളാക്കി വീപ്പയിൽ നിറച്ചുവെന്നതാണ് കേസ്. പിന്നീട് ഈ വീപ്പ കോൺക്രീറ്റ് കൊണ്ട് മൂടുകയും ചെയ്തു. സൗരഭ് യാത്രയിലാണെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുടുംബം നൽകിയ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് കൊലപാതകം തെളിയുന്നത്. സൗരഭിനൊപ്പം കഴിഞ്ഞാൽ ലഹരി ഉപയോഗിക്കാൻ കഴിയില്ലെന്ന പേടിയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തനിക്ക് മോർഫിൻ കുത്തിവെപ്പെങ്കിലും നൽകാൻ മുസ്കാൻ ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. ലഹരി കിട്ടാത്തത് മൂലം ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുകയാണെന്നും ഇത് സ്വാഭാവികമാണെന്നും ജയിൽ അധികൃതർ പറയുന്നു. രക്തപരിശോധനയിൽ പ്രതികൾ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ പ്രതികൾ ജയിലിലെ ഡി അഡിക്ഷൻ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ മാസം 28-നാണ് 6 വയസ്സുള്ള മകളുടെ ജന്മദിനം ആഘോഷിക്കാൻ യുഎസിൽ നിന്ന് സൗരഭ് നാട്ടിലെത്തുന്നത്. ഇയാളെ കൃത്യമായി ആസൂത്രണം ചെയ്താണ് ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ആദ്യം ഭക്ഷണത്തിൽ ഉറക്കഗുളിക ചേർത്ത് നൽകി ഇയാളെ അബോധാവസ്ഥയിലാക്കി. പിന്നാലെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തി 15 കഷ്ണങ്ങളാക്കിയ ശേഷം വീപ്പയിലിട്ട് കോൺക്രീറ്റ് നിറച്ചു. ഈ വീപ്പ മറവ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നതായും പോലീസ് പറയുന്നു.